കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ സുപരിചിതമല്ലാത്ത കാലം. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ വെച്ച് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. തിരുവനന്തപുരത്ത് പെട്ടെന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഹൃദയം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലിസി ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിട്ട് വരുന്നു. രാത്രി ഏറെ വൈകിയെടുത്ത മെഡിക്കൽ ലോകത്ത് ഡോക്ടർമാർ തീരുമാനമെടുക്കുന്നു. റോഡ് വഴി എത്തിച്ചു കഴിഞ്ഞാൽ ഇനി സമയം വൈകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അവരാകെ ആശങ്കാകുലരാകുന്നു. ഇനി എന്ത് ചെയ്യുന്നുള്ള ഉത്തരത്തിൽ അവർ മുഖ്യമന്ത്രിയെ തേടി പോകുന്നു. മുഖ്യമന്ത്രി മലപ്പുറത്ത് നിന്നും പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. തന്റെ ഒരിക്കലും അടച്ചിടാത്ത തുറന്ന ഗേറ്റും വാതിലും കടന്ന് ആ മെഡിക്കൽ സംഘം മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുന്നു. രാത്രി 2:30 മണിക്കും ഏറെ വൈകിയും മുഖ്യമന്ത്രി എടുത്ത ആ നിർണായക ഇടപെടലുകളുടെ ഭാഗമായി എയർ ആംബുലൻസ് വഴി കൃത്യമായി ആ ഓപ്പറേഷൻ നടക്കുന്നു. അതെ, ഏതു രാത്രിയിലും ആർക്കും സമീപിക്കാവുന്ന നേതാവ്, അടച്ചിടാത്ത ഗേറ്റും വാതിലുകളുമുള്ള കേരളത്തിലെ ഒരേ ഒരു വീടിന്റെ ഓണർ, 10,000-കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് വന്ന് ജനസമ്പർക്ക പരിപാടി വഴി കേട്ട് യാതൊരു അസ്വസ്ഥതയും കൂടാതെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന നേതാവ്, താൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പോലും തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ആളുകളെ കുത്തിപിറച്ചു കൊണ്ടുപോകുന്ന കേരളത്തിലെ സ്വന്തം മുഖ്യമന്ത്രി. ഇതൊക്കെ ഉമ്മൻചാണ്ടിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ജനസേവന രംഗത്ത് തുല്യതയില്ലാത്ത ചരിത്രം രചിച്ച ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 ആണ്ട് തികയുന്നു. കാലപ്രവാഹത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തൊരു ബിന്ദുവായി അങ്ങ് എന്നും ജനമനസ്സിൽ നിലനിൽക്കും. ഉറപ്പ്.